എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലെ അംഗീകാരമുള്ള 2 യൂണിയൻ്റെ പ്രതിനിധികളാണ്. ഞാൻ INTUCയുടെ ജനറൽ സെക്രട്ടറി MJ തോമസ്, ദിലീഷ് TCCയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ ഉണ്ടായ ഒരു സാഹചര്യം 5/4/2026 ദേശാഭിമാനി പത്രത്തിലൂടെ ഒരു പത്രക്കുറിപ്പ്, ഒരു വാർത്ത ഇറങ്ങിയുണ്ടായി. ആ വാർത്തയിൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ടൈറ്റാനിയത്തിലുള്ള CIT യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് പറഞ്ഞ ചില തെറ്റായിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ആ വാർത്ത ഇതായിരുന്നു: UDFൻ്റെ കാലത്ത് ടൈറ്റാനിയം പ്രോഡക്ട്സ് എന്ന് പറയുന്ന TTP എന്ന് പറയുന്ന സ്ഥാപനം വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു, കടക്കെണിയിലായിരുന്നു, മരണത്തിൻ്റെ വക്കിലായിരുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങൾ വെച്ചിട്ടാണ് ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പത്രക്കുറിപ്പിൽ ഞങ്ങൾ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് നിജസ്ഥിതി നമ്മൾ ടൈറ്റാനിയത്തിലെ ജീവനക്കാരെയും പൊതുസമൂഹത്തെയും അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. നിലവിൽ 10 വർഷത്തെ കാലത്തെ ഒരു ഭരണം കൊണ്ട് ഈ TTP എന്ന് പറയുന്ന സ്ഥാപനം 1946 സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ്. 2026 വരെ 76 വർഷത്തെ പാരമ്പര്യമാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിനുള്ളത്. ഏതാണ്ട് 600 എംപ്ലോയീസ്, ഓഫീസേഴ്സ് ഉൾപ്പെടെയും അതുപോലെ കാഷ്വൽ ലേബേഴ്സായിട്ടുള്ള 400ഓളം വരുന്ന ജീവനക്കാരും അടങ്ങുന്ന 1000 തൊഴിലാളികൾ അവിടെ പ്രത്യക്ഷത്തിൽ ജോലി എടുക്കുകയാണ്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ വാങ്ങാൻ പോലും പണമില്ലാതെ അവിടെ പൂർണ്ണമായും പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഭരണാന്ത്യത്തിൽ സാലറി കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാത്രം പ്രൊഡക്ഷൻ, ഒരു സാലറി കൊടുക്കുന്നതിന് മുൻപ് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രൊഡക്ഷൻ അങ്ങ് നിർത്തിവെക്കും. ആ റോ മെറ്റീരിയൽ മേടിക്കുന്ന പൈസ മാറ്റി വെച്ചിട്ട് അതിലൂടെയാണ് ആ പൈസയാണ് ശമ്പളം തരുന്നത്. ഇത് കുറേ മാസങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ പല മാസങ്ങളിലും ശമ്പളം കൃത്യമായിട്ട് തരാത്തത് കൊണ്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. 31/1/2023 ശക്തമായിട്ടുള്ളൊരു സമരമുണ്ടായി. പൈസ ഉണ്ടായിട്ടും ശമ്പളം കൊടുക്കാനുള്ള പണം ഉണ്ടായിട്ടും ശമ്പളം തന്നില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ന് ചാർജ് ഉണ്ടായിരുന്ന GMനെ അവിടെ ഘെരാവ് ചെയ്യുകയും ഞങ്ങളെ കമ്പനിയുടെ ആദ്യത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. അവിടുന്ന് തൊഴിലാളി പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസെടുപ്പിച്ച് ഇപ്പോൾ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ആ സാഹചര്യങ്ങൾ 2023 മുതലുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അതേസമയത്ത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 2016 മുതലുള്ള കാലഘട്ടം എന്ന് പറയുന്നത്, UDF പോകുമ്പോൾ ഏതാണ്ട് 2000ഓളം ടണ്ണ് ഉൽപ്പന്നം അവിടെ പിടിച്ചു വെക്കുകയും അവിടെ പ്രൊഡക്ഷൻ ഇനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് വിറ്റഴിച്ച് നല്ല വിപണനമുണ്ടായിരുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. ആ സാഹചര്യത്തിൽ കമ്പനി 2016-17 കാലഘട്ടങ്ങളിൽ ലാഭത്തിലായിരുന്നു. അതിനുശേഷം AA റഷീദ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള നേതാവിനെ അവിടെ നേരിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഒരു ചെയർമാനായിട്ട് കൊണ്ടുപോയി നിയമിക്കുന്നത്. ടൈറ്റാനിയത്തിൽ ചരിത്രത്തിൽ ആദ്യമാണ്. അദ്ദേഹം അവിടെ വന്ന് ഈ കിട്ടിയ പണമെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞു. അവിടെ കൃഷിയിലേക്കും അതുപോലെയുള്ള രംഗങ്ങളിലേക്ക് മാറി. 1 ടൺ പൗഡർ പോലും, 1 ടൺ പ്രോഡക്റ്റ് പോലും കൂടുതലെടുക്കുന്നതിനുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. തൊഴിലാളികളുടെ യാതൊരു വിധത്തിലുള്ള ആവശ്യങ്ങളും പരിഗണിച്ചില്ല. തൊഴിലാളി യൂണിയൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല. അങ്ങനെ
അവിടെ കൃഷിയിലേക്ക് വ്യാപകമായിട്ട് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് അവിടെ മെയിൻ്റനൻസ്, ഈ കിട്ടിയ പണം കൊണ്ട് മെയിൻ്റനൻസ് പോലും നടത്താൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ അവിടെ ഫർണസ് ഓയിൽ കടലിലേക്ക് ഒഴുകി വ്യാപകമായിട്ടുള്ള നഷ്ടം കമ്പനിക്ക് ഉണ്ടാകുകയും കോടികൾ കമ്പനിക്ക് ബാധ്യത വരികയും ചെയ്തു. അതും ഈ ഭരണകാലത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു തൊഴിൽ തട്ടിപ്പ് നടന്നു. പുറംവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ തട്ടിപ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ എ റഷീദ് എന്ന് പറയുന്ന ആളുടെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് നടന്നത്. ആ കമ്പനിക്ക് അകത്ത് കൊണ്ടുവന്ന് വെച്ച് ഇൻ്റർവ്യൂ നടത്തിയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെല്ലാം അത് വലിയ കാര്യമായിട്ട് പ്രസിദ്ധീകരിച്ചുവെങ്കിലും ഈ അധികാരത്തിൻ്റെ ബലത്തിൽ അത് നിർവീര്യമായി പോവുകയാണ് ചെയ്തത്. ഞങ്ങളിവിടെ പ്രതിപക്ഷ യൂണിയനുകൾ അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നിയമസഭാ മാർച്ചും എല്ലാം നടത്തിയിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുമുള്ള നടപടി ഉണ്ടായില്ല. പിന്നെ ഒരു കാര്യവും കൂടാതെ ഒരു 3 മാസക്കാലം കമ്പനി അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ജോർജി നൈനാൻ എന്ന് പറയുന്ന ഒരു MDയും എ റഷീദ് എന്ന് പറയുന്ന ഈ 2 പേരും കൂടെയാണ് ആ കമ്പനിയിൽ കെടുകാര്യസ്ഥതയും അഴിമതിയും ദൂർത്തും നടത്തി ഈ സ്ഥാപനത്തെ ഇത്രയേറെ ബാധ്യത ഉണ്ടാക്കുന്ന പ്രതിസന്ധിയിൽ കൊണ്ടുപോയി എത്തിക്കാൻ പ്രധാനപ്പെട്ട ആളുകൾ. പ്രതിപക്ഷ യൂണിയൻ എന്നുള്ള തരത്തിൽ ഇതൊന്നും ഞങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കാതിരുന്നതാണ്. പക്ഷെ പത്രങ്ങളിലും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന പൊതുസമൂഹം അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അറിയാത്ത പല കാര്യങ്ങളും ഇന്നും ആ കമ്പനിയിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അവിടെയുള്ള ഭരണകക്ഷി യൂണിയൻ ദേശാഭിമാനി പത്രത്തിലൂടെ ഇങ്ങനെ ഒരു അവാസ്തവമായിട്ടുള്ള വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത്. അതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. അതായത് ഞങ്ങളുടെ കാലത്ത് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം പൊതുസമൂഹത്തിലും അതുപോലെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഇടയിലും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ നടത്താൻ തയ്യാറായിട്ടുള്ളത്. വേറെ യാതൊരു തരത്തിലുമുള്ള ഉദ്ദേശങ്ങളല്ല. അപ്പോൾ അത് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത. അത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ INTUSയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ പ്രതിപക്ഷ യൂണിയനായിട്ടുള്ള TCC യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ദിലീഷ് ചില കണക്ക് കാര്യങ്ങൾ അവിടെ ഇപ്പം വന്നിട്ടുള്ള കാര്യങ്ങൾ പറയും. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാസ്തവവിരുദ്ധമായ വാർത്ത, അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനകത്ത് പറഞ്ഞ ഒരു വാർത്തയെന്ന് പറയുന്നത് കമ്പനി പൂട്ടലിൻ്റെ വക്കലിൽ നിന്ന് ലോകോത്തര നിലവാരമുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ എടുത്ത് മുന്നേറുകയാണ് എന്നുള്ളതാണ്. അതിനായി സ്പെസിഫൈ ചെയ്ത ചില പ്രോഡക്റ്റുകൾ, ഒന്ന് ലിഥിയം ടൈറ്റനേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാറ്ററി നിർമ്മാണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഈ ലിഥിയം ടൈറ്റനേറ്റ്. അതുപോലെ ടൈറ്റാനിയം അനറ്റൈസ് ഗ്രേഡിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായ ഫൈബർ ഗ്രേഡ്, ഫാർമ ഗ്രേഡ്, ഇവയൊക്കെ എടുത്തുകൊണ്ട് കമ്പനി മുന്നോട്ട് പോവുകയാണ് എന്നാണ് ആ വാർത്തയിൽ വന്നത്. യഥാർത്ഥത്തിൽ ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊന്നും തന്നെ കമ്പനിയിൽ നിലവിലെടുത്തിട്ടില്ല. ഈവൻ പൈലറ്റ് പ്ലാന്റിൽ പോലും ഈ പറയുന്ന പ്രോഡക്റ്റുകൾ എടുത്തിട്ടില്ല. അതിനോടൊപ്പം പറഞ്ഞ മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നൽകുന്നു എന്നാണ്. അതിൻ്റെ യാഥാർത്ഥ്യം, വിരമിച്ച ജീവനക്കാർക്ക് അവരുടെ ഗ്രാറ്റുവിറ്റി, ഏറ്റവും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുക്കേണ്ട ഗ്രാറ്റുവിറ്റി, അത് അവസാനം കൊടുത്തത് 2025 ഏപ്രിലാണ്. ഇനിയും 19 ജീവനക്കാർക്ക് കൊടുക്കാനുണ്ട്. മറ്റൊരു ആനുകൂല്യമാണ് ലീവ് സാലറി. ലീവ് സാലറി അവസാനമായിട്ട് കൊടുത്തത് 2023 ഏപ്രിൽ മാസത്തിലാണ്. 50 ജീവനക്കാർക്ക് ലീവ് സാലറി കൊടുക്കാനായിട്ടുണ്ട്. ഈ കൊടുത്ത ജീവനക്കാർ തന്നെ ഏകദേശം 20ഓളം ജീവനക്കാർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് മേടിച്ചവരാണ്. അപ്പോൾ ഇതാണ് വിരമിച്ച ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ്. ഇനി കമ്പനിയുടെ നിലവിലെ ബാധ്യതയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏകദേശം 100 കോടിയിലധികം രൂപയുടെ ലയബിലിറ്റി നിലവിൽ കമ്പനിക്കുണ്ട്. PF തുക ഏകദേശം 20 കോടിയോളം, 20 കോടിയിലധികം രൂപ PF അടയ്ക്കാനായിട്ടുണ്ട്. അതിൽ എംപ്ലോയർ ഷെയർ അടച്ചിട്ട് 20 മാസമായി. എംപ്ലോയി ഷെയർ, എംപ്ലോയീസ്
അവരിൽ നിന്ന് കട്ട് ചെയ്ത തുക അടച്ചിട്ട് 10 മാസമായി. അങ്ങനെ 20 കോടിയിലധികം രൂപ PF ഇനത്തിൽ അടയ്ക്കാനായിട്ടുണ്ട്. അതുകൂടാതെ പേർവിഷൻ്റെ അരിയർ നമുക്ക് അവസാനമായിട്ട് പേർവിഷൻ നടന്നത് 2012 2012-16 കാലഘട്ടത്തിലെ പേർവിഷനാണ് നമുക്ക് നടന്നിരിക്കുന്നത്. 3 ടേമിലെ പേർവിഷൻ നടന്നിട്ടില്ല. ഈ പേർവിഷൻ്റെ അരിയർ ഇനത്തിൽ 39 കോടി രൂപ കമ്പനി ജീവനക്കാർക്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇതുകൂടാതെ ഈ സപ്ലയേഴ്സിൻ്റെ ബില്ലിംഗ് ഇനത്തിൽ 8 കോടിയോളം രൂപ പെൻഡിങ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഗ്രാറ്റുവിറ്റി അതുപോലെ ലീവ് സാലറി ഇനത്തിൽ 4.5 കോടി രൂപ പെൻഡിങ് ഉണ്ട്. ഓടി എടുത്ത തുകയിൽ 30 കോടി രൂപയോളം ഓടി എടുത്തിട്ടുണ്ട്. അതിൽ ബാലൻസായിട്ട് നിൽക്കുന്ന 6.5 കോടിയോളം രൂപയുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു 58 കഴിഞ്ഞ ജീവനക്കാർക്ക്, നമുക്ക് റിട്ടയർമെൻറ്റ് പ്രായം വരുന്നത് 60 ആണ്. 58 കഴിഞ്ഞിട്ട് കമ്പനിയുടെ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ അവർക്ക് 2 വർഷം കൂടെ അനുവദിച്ചു കൊടുക്കുന്നതാണ്. എന്നാൽ ഈ എംപ്ലോയർ ഷെയർ അടയ്ക്കാത്തത് കാരണം അവർക്ക് പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിലവിലെ ബാധ്യതകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾറെഡി നിങ്ങളുടെ പേപ്പറിനകത്തുണ്ട്. 100 കോടിയോളം രൂപയുടെ ബാധ്യതയും അതുപോലെ തന്നെ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ 23 തൊട്ട് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ടൈറ്റാനിയം കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വാർത്ത, ഞങ്ങളുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ദേശാഭിമാനിയിൽ വലിയൊരു വാർത്ത വന്നു. എന്താണ്, കമ്പനി വളരെ പുരോഗതിയിലേക്ക് പോവുകയാണ്, ലോകോത്തര നിലവാരത്തിലേക്ക് പോവുകയാണ്, വലിയ വലിയ പ്രോഡക്റ്റുകൾ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ 2 പ്രതിപക്ഷ യൂണിയനുകളും സംയുക്തമായിട്ട് ഈ ഒരു പത്രസമ്മേളനം നടത്തിയത്. നിലവിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സാധാരണ 1000 അതിന് മേളിൽ വരുന്നതാണ്. ഇപ്പം നിലവിൽ ഏതാണ്ട് 130 ടണ്ണോളം ഇപ്പം നിലവിലുള്ളൂ. ഇപ്പം സ്റ്റോക്കില്ല, പ്രൊഡക്ഷനില്ല, റോ മെറ്റീരിയൽ വാങ്ങാൻ പൈസയില്ല. ബാധ്യതകൾ ഈ 100 കോടിയോളം നിലനിൽക്കുകയും ചെയ്യുന്നു. അതാണ് വസ്തുത. എംപ്ലോയി അല്ല, അദ്ദേഹം ചെയർമാൻ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അല്ല ചെയർമാൻ. മുഹമ്മദ് ഹനീഷ് IAS ആണ് ഇപ്പോൾ ചെയർമാൻ. അതെ, ഗ്രാറ്റുവിറ്റി അത് നേരത്തെ അനുവദിച്ചതാണ്. അതിൽ തന്നെ 5 കോടി അനുവദിച്ചതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞ് കിട്ടിയപ്പോഴേക്കും ഏകദേശം 2 കോടി രൂപയോടെ കിട്ടിയിട്ടുള്ളൂ. അത് മുന്നേ കാലഘട്ടത്തിലാണ്. നിലവിൽ 2025 ഏപ്രിൽ തൊട്ട് വിരമിച്ച ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി പെൻഡിങ് ആണ്. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. നേരിട്ട് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിജസ്ഥിതികൾ അറിയാൻ കഴിയും. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇതൊന്നും അല്ല ബാധ്യത ഉള്ളത്. എന്നാൽ തന്നെ തൊഴിലാളികളെയും സ്ഥാപനത്തെയും ബാധിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ നിജസ്ഥിതി അറിയാനും കൂടെ ഒരു ശ്രമം നടത്തണം. ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതൊന്നും കൂടെ ബോധ്യപ്പെടുത്തി ഇത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി, ഇത് പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തുകയും പൊതുജനങ്ങളുടെ മധ്യേ അതൊന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്താൽ ഒരു പൊതുമേഖലാ സ്ഥാപനം രക്ഷപ്പെടും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇല്ല, നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. നമുക്ക് ഭാവിയിൽ നല്ല സ്കോപ്പുള്ള കാര്യങ്ങളാണ്. ഞങ്ങളെടുക്കുന്ന അനറ്റൈസിൽ നിന്ന് മാത്രമേ, സൾഫേറ്റ് റൂട്ടിൽ നിന്ന് എടുക്കുന്ന അനറ്റൈസിൽ നിന്ന് മാത്രമേ ഈ ഫൈബർ ഗ്രേഡും അതുപോലെ ഫാർമ ഗ്രേഡും നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അതിനിടയിൽ ഞങ്ങളുടെ ഈ വാർത്തകൾ മുങ്ങിപ്പോകരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കൊടുക്കണം. ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ഞങ്ങൾ തന്നെ ഒന്ന് മോശം പറയുന്നത് മോശമല്ലേ? പറയട്ടെ. അപ്പോൾ അങ്ങനെ വെച്ച് ഞങ്ങളൊന്ന് വൈകിച്ചു. എങ്കിലും ഇത് വെച്ചുകൊണ്ട് പല മേഖലകളിലും അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ തുറന്ന് പറഞ്ഞേ പറ്റൂ. ഇനി അതിന് റൈറ്റ് മറുപടി പറഞ്ഞു തരാം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് 4-ാം തീയതി കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഭരണത്തിൽ വരുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാധ്യതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇത്രയും ലാഭവും ഇത്രയും പ്രോഡക്റ്റുകളും വെച്ചുകൊണ്ട് അല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒഴിഞ്ഞ ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് വാക്വമായിട്ടുള്ളൊരു കമ്പനിയാണ്. അതിൽ സീറോയിൽ നിന്ന് ഞങ്ങൾക്ക് തുടങ്ങണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും ഇത് പോകണം. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും.
അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വൈകിയ വേളയിൽ ഞങ്ങളിത് കൊണ്ടുവന്നത്. അതാണ് ഞങ്ങൾ 2 തവണ റിപ്പീറ്റ് ചെയ്തത്, ഈ വാർത്ത മുങ്ങി പോകരുത്. പ്രൊജക്റ്റുകളെ കുറിച്ചുമാണ്. ടൈറ്റാനിയത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കി അറിയാൻ പറ്റും. കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ 5 വർഷത്തിനിടയിൽ 2 തവണ ഉദ്ഘാടനം ചെയ്ത ഇപ്പോഴും പണി പൂർത്തിയാവാത്ത പ്രോജക്റ്റുകളുണ്ട്. ഞങ്ങൾ തന്നെ സ്വയം ഒരുപാട് പറയുന്നില്ല. ഈ കമ്പനിക്ക് ലാഭം വന്ന സമയം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, UDF 2016 അധികാരം ഒഴിയുന്നു. ആ സമയത്ത് തന്നെ ഇടതുപക്ഷ മുന്നണി വരുന്നു. 2000-ഓളം പ്രോഡക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് ഈ ചൈനയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പ്രോഡക്റ്റ് നമുക്ക് ഭീഷണിയായിട്ട് ഉള്ളതാണ്. അന്ന് ചൈനയിലൊക്കെ ചില പരിസ്ഥിതി പ്രശ്നങ്ങളും പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ ഉൽപ്പന്നം അവിടെ ഇന്ത്യയിൽ ഇറക്കാതെ ഇരുന്നു. ആ സമയത്താണ് ഈ നമ്മളിവിടെ പിടിച്ചു വെച്ച ഈ 2000 ടണ്ണ് നല്ല വിലയ്ക്ക് വിറ്റഴിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് 2016, 17, 18, 19 വർഷങ്ങളിൽ നല്ല ലാഭത്തിലാണ് കമ്പനി പോയത്. ആ കിട്ടിയ പണമെല്ലാം ഞങ്ങൾ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. 32-36 കോടി രൂപയോളം ഒരു മാസം നമുക്ക് ടേൺ ഓവർ ഉണ്ടായിരുന്നു. ആ പണം മുഴുവൻ റഷീദ് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് പുള്ളിയുടെ ഒരു സാമ്രാജ്യമാക്കി വെച്ചുകൊണ്ട് അവിടെ പിന്നെ ഒരു ജോർജി നൈനൻ എന്ന് പറയുന്ന ഒരു MDയും കൂടെ കൂടിക്കൊണ്ടാണ് ഈ കമ്പനിയെ ഈ ഗതിയിൽ കൊണ്ടുപോയാക്കിയത്. എന്നാൽ കൃഷി വ്യാപകമായിട്ട് അവിടെ കൃഷിയുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. വ്യാപകമായിട്ട് 2 കുളം കുത്തി അവിടെ മീൻ വളർത്തലായിരുന്നു. അവിടെ ഒരു പ്രൊഡക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് അതിൽ നിന്നെല്ലാം മാറ്റി പ്രൊഡക്ഷൻ എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ മീൻകുളം കുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടിയും, കൃഷി വാഴ നനയ്ക്കുന്നതിന് വേണ്ടി അത് നനച്ചോ അത് കൊല വെട്ടിയോ ഇതൊക്കെ നോക്കാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞങ്ങൾ പലതവണയും മാധ്യമങ്ങളുടെ മുമ്പിലും ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടും അതിനെല്ലാം ഇദ്ദേഹം പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് മുക്കുകയാണ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. പക്ഷെ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഇത് പറയാനുള്ള കാരണം ഇത് മാത്രമാണ്. തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഭരണകക്ഷി യൂണിയൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരില്ലായിരുന്നു. നേരത്തെ ദിലീഷ് ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്ന ആളുകൾ എന്നത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒന്ന്, UDFന്റെ കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് CBI അന്വേഷണം നടക്കുകയാണ്. അപ്പം നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പം നടക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും? അങ്ങനെ ഒരു CBI അന്വേഷണം നടക്കുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. നിലവിലുള്ള കാര്യങ്ങൾ പത്രവാർത്ത പല വാർത്തകളും ഉണ്ട്. ഈ പറയുന്ന തരത്തിൽ അന്ന് ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോയ കാര്യമാണ്. അവിടെ യാതൊരു തരത്തിലുമുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളായി ഈ അഴിമതി നടക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ് എത്രയോ LDF സർക്കാർ ഇവിടെ വന്നു, ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 10 വർഷമായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഇവർ? എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതിലുള്ള ആളുകളെ അകത്ത് പിടിച്ചിടൂല്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ 10 വർഷവും ഞങ്ങൾ വാഴയായിരുന്നു എന്ന് സമ്മതിക്കാമെങ്കിൽ ഞങ്ങൾ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാം.